എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച അത്ര വിജയമൊന്നും ജീവിതത്തിൽ കിട്ടാറില്ല അല്ലേ? പലരും പറയാറുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഭാഗ്യമില്ലാത്ത പോലെ. അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും ചെറിയ ചെറിയ തർക്കങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലേ. നമ്മുടെ സനാതന ധർമ്മത്തിലും വാസ്തുശാസ്ത്രത്തിലും പറയുന്നത് നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മുടെ ഭാഗ്യത്തിൻ്റെ കേന്ദ്രം എന്നാണ്. പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നല്ല ഊർജം വീട്ടിൽ നിറഞ്ഞാൽ മാത്രമേ അവിടെ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലിയ ചിലവുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ തന്നെ ദിവസവും നമ്മുടെ വീട്ടിൽ ചെയ്താൽ വലിയ രീതിയിലൊക്കെ ഭാഗ്യവും സമ്പത്തും ഒക്കെ ആകർഷിക്കാൻ കഴിയുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരിട്ട് ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ കൂട്ടുകാരെ. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലാണ് കേട്ടോ. വാസ്തുശാസ്ത്ര പ്രകാരം ലക്ഷ്മി ദേവിയും ഭാഗ്യവും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആ പ്രധാന വാതിലിലൂടെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിന് ചുറ്റുമുള്ള ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. പല വീടുകളിലും കാണാറുള്ള ഒരു തെറ്റാണ്, പ്രധാന വാതിലിന് മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് എന്തായിരിക്കും കുറേ ചെരുപ്പുകളും പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വെച്ച് അലങ്കോലമായി ഇടുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ തടയുകയായിരിക്കും ചെയ്യുക. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ ഉമ്മറവും പ്രധാന വാതിലിൻ്റെ പരിസരവും തൂത്തുവാരി വൃത്തിയാക്കണം. സാധിക്കുമെങ്കിൽ അല്പം വെള്ളം തെളിച്ച് ശുചിയാക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം എന്നത് പ്രധാന വാതിലിന് മാവില കൊണ്ടോ അല്ലെങ്കിൽ ജമന്തിപ്പൂ കൊണ്ടുള്ള തോരണങ്ങൾ തൂക്കുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തേക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ വാതിൽ തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ഒന്നും ശബ്ദമുണ്ടാവാൻ പാടില്ല. അത് വീട്ടിലേക്ക് ദോഷം വരുത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാന വാതിലിന് നേരെ മുന്നിലായി കണ്ണാടി വെക്കരുത്. കാരണം അത് വരുന്ന പോസിറ്റീവ് ഊർജത്തെ തിരിച്ച് പ്രതിഫലിച്ച് കളയും എന്നാണ് പറയുന്നത്. അതിനാൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറം എപ്പോഴും പ്രകാശപൂരിതവും പോസിറ്റീവ് എനർജി നിറഞ്ഞതുമായിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദിവസവുമുള്ള നാമജപവും അതുപോലെ തന്നെ സന്ധ്യാവിളക്ക് കൊളുത്തലുമാണ്. നമ്മൾ പണ്ടൊക്കെ കാരണവർമാർ പറയും വിളക്കില്ലാത്ത വീട് കാട് പോലെയാണെന്നൊക്കെ അല്ലേ. ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നത് നിർബന്ധമാക്കുക. അതുപോലെ തന്നെ രാവിലെ സൂര്യോദയത്തിന് മുമ്പും വൈകുന്നേരവും സന്ധ്യാനേരത്തും വിളക്ക് കൊളുത്തണം. വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കൊളുത്തുന്നതാണ് വീടിന് ഐശ്വര്യം. വിളക്ക് കൊളുത്തിയ ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ലളിതാ സഹസ്രനാമങ്ങൾ പോലുള്ള നാമങ്ങൾ ജപിക്കുന്നത് വീട്ടിലുള്ള അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കാര്യം നോക്കാം അല്ലേ. പലരുടെയും വീടുകളിൽ പഴയ വസ്ത്രങ്ങൾ, കേടായ ഇലക്ട്രിക് സാധനങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, കേടുവന്ന ക്ലോക്കുകൾ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ. വാസ്തുശാസ്ത്ര പ്രകാരം കേടായ സാധനങ്ങൾ അല്ലെങ്കിൽ പൊട്ടിയ വസ്തുക്കളൊക്കെ വീട്ടിന് നെഗറ്റീവ് എനർജിയെ കൂടുതൽ വലിക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നിന്നുപോയ ഘടികാരങ്ങൾ അല്ലെങ്കിൽ ക്ലോക്കുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമയം കണ്ടെത്തി ഉപയോഗശൂന്യമായ സാധനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുക എന്നതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കിടപ്പ് മുറിയിൽ കട്ടിലിനടിയിൽ സാധനങ്ങൾ കുത്തിനിറച്ച് വയ്ക്കുന്ന ശീലം പലർക്കുമുണ്ട്. അത് ഉറക്കക്കുറവിനും മാനസിക സമ്മർദ്ദത്തിനൊക്കെ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. വീട് എത്രത്തോളം വൃത്തിയും വെടുപ്പും ഉണ്ടായിരിക്കുന്നുവോ അത്രത്തോളം ഭാഗ്യദേവത നിങ്ങളുടെ വീട്ടിലേക്ക് വർഷിക്കും എന്നാണ് പറയുന്നത്. വൃത്തിയുള്ള ഇടമാണ് മഹാലക്ഷ്മി വസിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ.
ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് പറയാം കേട്ടോ. ഈ മൂലകളിൽ എപ്പോഴും ഭാരമില്ലാത്ത സാധനങ്ങൾ മാത്രമേ വെക്കാവൂ. വലിയ അലമാറകളോ വലിയ കനമുള്ള സാധനങ്ങളോ ഒന്നും ഇവിടെ വെക്കരുത് എന്നാണ് പറയുന്നത്. ഈ ഭാഗം എപ്പോഴും വൃത്തിയായി ഇരിക്കണമെന്നും പറയുന്നു. ഈശാന കോണിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ജലത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നത്. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലോ ഉരുളിയിലോ ശുദ്ധമായ വെള്ളമെടുത്ത് അതിൽ കുറച്ച് പൂക്കളിട്ട് സുഗന്ധമുള്ള പൂക്കളിട്ട് ഈ മൂലയിൽ വെക്കുകയാണെങ്കിലൊക്കെ വളരെയധികം നല്ലതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈശാനമൂല എന്ന് പറയുന്നത് നമ്മുടെ വടക്കും പടിഞ്ഞാറും ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഈശാനകോൽ എന്ന് പറയുന്നത്. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം വീട്ടിലേക്ക് വലിയ രീതിയിൽ ഭാഗ്യവും പണവും ഒക്കെ ആകർഷിക്കുമെന്നാണ് പറയുന്നത്. ദിവസവും ഉരുളിയിലും വെള്ളവും പൂക്കളും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യം നമുക്ക് പറയാം. നമ്മളുടെ ഹിന്ദു ഭവനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തുളസി ചെടി അല്ലേ. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് തുളസി തറ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിന് ദിവസവും വലം വെച്ച് വണങ്ങുന്നതും വീട്ടിലെ സകല ദോഷങ്ങളെ മാറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ തുളസി തറയിൽ ഒരു ചെറിയ വിളക്ക് തെളിയിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നുവെന്നും പറയുന്നു. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വലിയൊരു കാര്യമാണ് ദാനം ചെയ്യുക എന്നതൊക്കെ. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ധാരാളം പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് ഭക്ഷണമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഒക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അതൊക്കെ വളരെയധികം നല്ല കാര്യമെന്നാണ് പറയുന്നത്. ഒരു ജീവൻ്റെ വിശപ്പും ദാഹവും മാറ്റുമ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനകൾ അന്ന് നമ്മുടെ കുടുംബത്തിന് വലിയ സുരക്ഷാ കവചമായി മാറുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഗ്രഹദോഷങ്ങൾ മാറാനും അല്ലെങ്കിൽ ഭാഗ്യം തെളിയാനൊക്കെ ഈ ഒരു ചെറിയ ശീലം പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം വെക്കണതൊക്കെ വളരെയധികം ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ: പ്രധാന വാതിലിൻ്റെ ശുദ്ധി, നാമജപം, വീട് വൃത്തിയാക്കൽ, ഈശാന കോണിലെ ജലസാന്നിധ്യം, തുളസി പൂജ്യം, ജീവകാരുണ്യവും അല്ലേ, ഇവയെന്നും നമ്മുടെ വീട്ടിൽ വലിയ പണച്ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ മനസ്സും കുറച്ച് സമയം നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഇവ തരുന്ന ഫലങ്ങൾ വളരെയധികം വലുതാണ് അല്ലേ. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായും ജീവിതത്തിലും കുടുംബത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയരത്തിലെത്താനും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കും ഈ അറിവ് ഉപകാരപ്പെടാൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.